നമസ്കാരം. എൻ്റെ ശരിക്കുള്ള ഫുൾ നെയിം എൻ്റെ മുഹമ്മദ് അലി എന്നാണ്. മൂച്ചിത്തറക്കൽ ഹൗസാണ്. എന്നെ ബാബു എന്നാണ് ഇവിടെ അറിയപ്പെടുക. കർട്ടൻ ബാബുക്കാന്നാണ് ഇവിടെ എല്ലാവരും അറിയപ്പെടുന്നത്. കാരണം കർട്ടൻ തൊഴിലായതുകൊണ്ട് എന്നെ എല്ലാവരും കർട്ടൻ ബാബുക്ക എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. എൻ്റെ സ്ഥാപനത്തിൻ്റെ പേരും അതേ തന്നെയാണ്, ബാബു കർട്ടൻസ് എന്നാണ്. കാരണം ഞാനിത് ചെർപ്പളശ്ശേരിയിൽ ഞാൻ എൻ്റെ സ്ഥാപനം തുടങ്ങിയിട്ട് 25 വർഷത്തോളമായി. 99 6-ാം മാസം നമ്മൾ ഇവിടെ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ കർട്ടൻ അതേ മേഖലയിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കർട്ടൻ മേഖലയിൽ ഒരുപാട് അപ്ഡേഷനുകൾ വന്നു. ഒരുപാട് മാറി കാലഘട്ടത്തിനനുസരിച്ച് മാറി വരുന്നുണ്ട്. നമ്മളെ കാലഘട്ടം പറഞ്ഞാൽ നമ്മളൊക്കെ ചെറുപ്പകാലത്ത് ഒരു 10, 45, 50 കൊല്ലം മുന്നൊന്നും കർട്ടൻ പറഞ്ഞു കഴിഞ്ഞാൽ അന്നൊക്കെ അമ്മമാർ വെറുതെ വീട്ടിൽ ശീല കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള കർട്ടനുകളാണ്. അതിന്ന് അങ്ങനെ മാറ്റം വന്നു. മെഷീനിൽ തുന്നണ പോലെയായി, പിന്നെ ഫ്ലീറ്റ് വെക്കുന്നതായി. അങ്ങനെ തുണിയിൽ പലതരം മോഡലുകളും നമ്മൾ വിദേശത്തു നിന്ന് പഠിച്ചു വന്ന വിദേശക്കാരുടെ ഓരോ മോഡലുകൾ അനുസരിച്ച് ആധുനിക രീതിയിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടേയിരുന്നു. ഇന്ന് അതെല്ലാം കഴിഞ്ഞ് അവസാനം തുണിയുടെ മേഖലയെല്ലാം പോയി. ഇന്ന് റോമൻ കർട്ടൻസ്, ബ്ലൈൻഡ്സ് കർട്ടൻസ്, വെർട്ടിക്കൽ, വെനീഷ്യൻ എന്നുള്ള മോഡലുകളിലേക്ക് നമ്മൾ അപ്ഡേറ്റ് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് എല്ലാ വീട്ടിലും എല്ലാവരും ഇഷ്ടപ്പെടുന്നത് ഏറ്റവും കൂടുതൽ നമുക്ക് ബ്ലൈൻഡ്സാണ്. ബ്ലൈൻഡ്സിൽ ഇന്നുള്ള ഒരുപാട് മോഡലുകളും ഒരുപാട് വെറൈറ്റീസും ഉണ്ട്. ആ ബ്ലൈൻഡ്സ് കർട്ടൻ എന്ന് പറയുന്ന സമയത്ത് ഏറ്റവും നോർമലായിട്ട് തന്നെ പോകുന്ന, ഒരുപാട് വില കുറഞ്ഞ് ഒരു വീടിന് തുണിക്കർട്ടൻ അടിക്കുന്ന ഒരു ക്ലോത്തിൽ നമ്മളൊരു കർട്ടൻ തുന്നുന്ന ആ പൈസയേക്കാളും താഴ്ന്ന് ഇന്ന് നമുക്ക് കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട് സീബ്ര ബ്ലൈൻഡ്സ്. സീബ്ര ബ്ലൈൻഡ്സ് എന്ന് പറയുന്ന സമയത്ത് ഇത് വീടിനകത്ത് ഒരു 10 റൂമൊക്കെ ആണെങ്കിൽ തുണിയുടെ കർട്ടൻ ഇട്ട് കഴിയുമ്പോൾ ഒരുപാട് സ്ഥലം വേസ്റ്റായ പോലെ ഉണ്ടാവും. സീബ്ര ബ്ലൈൻഡ്സ് ആകുമ്പോൾ ജനലിൻ്റെ അകത്ത് നമ്മൾ ഒതുക്കി നിർത്തുകയാണ്. ആ സീബ്ര ബ്ലൈൻഡ്സ് എന്ന് പറയുമ്പോൾ ജനലിൻ്റെ അകത്ത് ഒതുങ്ങി നിൽക്കും. അപ്പോൾ സ്ഥലത്തിന് യാതൊരു ബുദ്ധിമുട്ടുകളും വരില്ല. പിന്നെ നമുക്ക് പറയാനുള്ളത്, സീബ്ര ബ്ലൈൻഡ്സ് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ പ്രാണികളുടെ ശല്യം, ലൈറ്റ് നമുക്ക് ഫോക്കസ് ചെയ്യുന്ന സമയത്ത് പ്രാണികളുടെ ശല്യം ഉണ്ടാവും. ഈ പ്രാണികളുടെ ശല്യം നമുക്ക് ഏകദേശം ഒരു 50%, 60% വരെ നമുക്കത് ഒഴിവാക്കാൻ കഴിയും. കാരണം ഇത് നമ്മൾ എയർ സർക്കുലേഷന് വേണ്ടി, വെളിച്ചത്തിന് വേണ്ടിയിട്ട് അതിൽ ദ്വാരങ്ങളുണ്ട്. അതനുസരിച്ച് നമ്മൾ വെന്റിലേഷനാക്കി വെക്കുന്ന സമയത്ത് അതിലൂടെ എയർ പാസിങ് നമുക്കുണ്ടാവും. പക്ഷേ കൊതുകോ പാറ്റയോ പ്രാണികളോ അതിൽ പ്രവേശിക്കാതിരിക്കും. ഇന്ന് കൂടുതലായിട്ട് എല്ലാവരും ഇഷ്ടപ്പെടുന്നതും എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നതും സീബ്ര ബ്ലൈൻഡ്സ് ആണ്. സീബ്ര ബ്ലൈൻഡ്സിലേക്കാണ് ഇന്ന് എല്ലാവരും പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എങ്കിലും ഒരു ചില വ്യക്തികൾ അവർക്ക് ക്ലോത്തിൻ്റെ കർട്ടൻ തന്നെ വേണമെന്ന് പറയും. അപ്പോൾ കുറച്ച് ഭാഗം സീബ്രയും പിന്നെ മറ്റുള്ള ഭാഗങ്ങളൊക്കെ ഇതായി ക്ലോത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന ആളുകളും ഉണ്ട്. നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ട് ക്ലോത്തിൻ്റെ മാത്രമല്ല, വെർട്ടിക്കൽ ബ്ലൈൻഡ്സ് ഉണ്ട്, വെനീഷ്യൻ ബ്ലൈൻഡ്സ് ഉണ്ട്, സീബ്ര ബ്ലൈൻഡ്സ് ഉണ്ട്. പിന്നെ നമ്മൾ PVC, വീടിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ വെയിലും മഴയും വന്ന് നമ്മൾ വീടിൻ്റെ മുൻഭാഗം ചിലപ്പോൾ നമ്മൾ വാതിലും ജനലും ടൈൽസൊക്കെ ഇങ്ങനെ പൊളിഞ്ഞു പോകുന്ന ഒരു സന്ദർഭങ്ങളാണ്. ഇപ്പോൾ ഭയങ്കര വെയിലാണ്. ഈ വെയിലിന് ഇതെല്ലാം അടർന്നു പോവുകയും മരങ്ങളെല്ലാം നാശമായി പോവുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ ഫ്രണ്ടിൽ നമ്മൾ ഫിറ്റ് ചെയ്യുന്നുണ്ട് PVC കർട്ടൻസ്. അതും ചൈനയാണ്. അത് നമ്മളിപ്പോൾ കേരളത്തിൽ നമ്മൾ പ്രൊഡക്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ PVCയുടെ കർട്ടൻ നമ്മൾ സിറ്റ് ഔട്ടുകളിലും വെയിലും മഴയും വരുന്ന ഭാഗങ്ങളിൽ ഫിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് ഏകദേശം ഒരു 5 വർഷം മുതൽ 10 വർഷം വരെ നമുക്കത് ലൈഫ് കിട്ടുന്നുണ്ട്. അതിൽ യാതൊരു കംപ്ലൈൻറ്റും വരില്ല. അതേസമയം നമ്മളെ വീട് പ്രൊട്ടക്റ്റ് ചെയ്യാനും നമ്മുടെ ടൈൽസ് കാര്യങ്ങളും മരങ്ങളും കേടുവരാതിരിക്കാനും നമ്മൾ ഈ PVC കർട്ടന് ഉപയോഗിക്കുന്നുണ്ട്. അതും ആളുകൾ ഒരുപാട്, അത് വിപണിയിൽ നല്ലോണം ചിലവാകുന്നുണ്ട്. നല്ല രീതിയിൽ എല്ലാവരും ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെയാണ് സീബ്ര എത്രയ്ക്കെത്ര ചെയ്യുന്നുണ്ടോ അതുപോലെ തന്നെ നമ്മൾ PVCയും വർക്ക് നടക്കും. ജനലിൻ്റെ ഇൻഡോർ വർക്കിന് എത്ര ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ച് നമ്മൾ ഫ്രണ്ട് ഭാഗങ്ങളും ചെയ്യുന്നുണ്ട്. PVC കൊണ്ടുള്ള വർക്കുകളും നടക്കുന്നുണ്ട്. ഇൻഡോറും ഉണ്ട്, പുറമേയുള്ള വർക്കുകളും നമുക്ക് വർക്കായി നടക്കുന്നുണ്ട്. അതിൽ PVCയും നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഞാനിവിടെ 25 വർഷം മുമ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏകദേശം ഇവിടുന്ന് ചെർപ്പളശ്ശേരിയിൽ നിന്ന് 50 കിലോമീറ്റർ ചുറ്റളവിന് ഫുള്ള് നമുക്ക് വർക്കുകൾ ഉണ്ടായിരുന്നു. 50 കിലോമീറ്റർ ചുറ്റളവ് ഈ ചെർപ്പളശ്ശേരിയിൽ നിന്ന് 50 കിലോമീറ്റർ വരെയുള്ള വർക്കുകൾ കിട്ടിയിരുന്നു. ഇന്നിപ്പോൾ അത് നമ്മൾ അതായത് വന്നിട്ട് പലരും വർക്കുകളിലേക്ക് പ്രവേശിക്കുകയും എല്ലാ സ്ഥലത്തും. അപ്പോൾ ഇതിപ്പോൾ ചെർപ്പളശ്ശേരിയിലാണ് ഇപ്പോൾ ഞാനുള്ളത്. ചെർപ്പളശ്ശേരി ടൗണിലാണ് ബാബു കർട്ടൻസ് ഉള്ളത്. ഇപ്പോൾ ഈ ബാബു കർട്ടൻ ചെർപ്പളശ്ശേരി തന്നെ ഇന്ന് നമുക്ക് പല കടകൾ, നമ്മുടെ അടുത്ത് ജോലി സ്ഥാപനത്തിൽ
ജോലി പഠിച്ചു പോയ യുവാക്കൾ തന്നെ പല ഭാഗത്തായിട്ട് സ്ഥാപനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. എങ്കിലും നമുക്ക് കുഴപ്പമൊന്നുമില്ല, അവരായിട്ട് നമ്മളൊക്കെ നല്ല സൗഹൃദത്തിലും നല്ല സ്നേഹത്തിലും തന്നെയാണ് പോണത്. ഇതുപോലെ ഓരോ ഏരിയകളിലും 8-10 സ്ഥാപനങ്ങൾ വന്നു. ഈ സ്ഥാപനങ്ങൾ വന്നതുകൊണ്ട് നമുക്കിപ്പോൾ ഏകദേശം നമ്മൾ ഇവിടുന്ന് ഒരു 50 കിലോമീറ്റർ 100 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ മാത്രമുള്ള വർക്കുകൾ മാത്രമേ നമ്മൾ പോകുന്നുള്ളൂ. ഒരുപാട് ലോങ് വർക്കൊന്നും നമ്മളിപ്പോൾ പോകുന്നില്ല. അതാണ് ഇപ്പോഴത്തെ ഒരു നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇൻ കേസ് ഇപ്പം നമുക്ക് പുറത്തുനിന്ന് ഒരു 10-150 അല്ലെങ്കിൽ 10-250 കിലോമീറ്ററിൻ്റെ അപ്പുറത്തുനിന്ന് നമുക്ക് വേണ്ടപ്പെട്ട ഒരാളുകൾ നമുക്കൊരു വർക്ക് തരികയാണ്, അതിൽ നമുക്ക് ഏകദേശം നല്ലൊരു 10-300 10-500 സ്ക്വയർ ഫീറ്റ് ഒക്കെ വർക്ക് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോവുകയും ചെയ്യും, പോവാതിരിക്കില്ല. അത് ചെയ്യുന്നുണ്ട്, അതിനെ പോയി വരുന്നുണ്ട്. കാരണം അത് അപ്പോൾ നമുക്ക് ആ എക്സ്പെൻസ് കറക്റ്റ് ചെയ്യുന്ന രീതിയിൽ വർക്കായിരിക്കണം. കാരണം കൂടുതൽ ഏരിയ ഉണ്ടാവണം, അപ്പോൾ കൂടുതൽ വർക്ക് ഉണ്ടാവണം, മാത്രമേ അപ്പോൾ പോയി വരാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എങ്കിലും നമുക്കിപ്പോൾ വർക്ക് വലിയ കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. നമ്മൾ ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അവർ എന്താ ആവശ്യപ്പെടുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുക്കാൻ സന്നിധരാണ്. അവർ ഓരോ മോഡലുകൾ ഇന്നിപ്പോൾ യൂട്യൂബിലോ അല്ലെങ്കിൽ മറ്റുള്ളതിലോ എല്ലാം പല മോഡലുകൾ ഇറങ്ങുന്നുണ്ട്. ആ മോഡലുകൾ കൊണ്ടുവന്ന് അവർ ചിലപ്പോൾ ഞങ്ങൾക്ക് കാണിക്കും, ഈ മോഡൽ ഇങ്ങനെയാണ്, ഇതിങ്ങനെ ചെയ്യാൻ പറ്റുമോ, അങ്ങനെ ചെയ്യാം. അതെല്ലാം ഞങ്ങൾ പ്രാബല്യമായി ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പുതിയ സെറ്റുകൾ നമ്മൾ സ്ഥലത്തിൻ്റെ അളവനുസരിച്ച് സോഫ സെറ്റുകൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഫുൾ കവർ സെറ്റും ഉണ്ട്, വുഡൻ സെറ്റും ഉണ്ട്. ഇത് നമ്മൾ ഉണ്ടാക്കിയിട്ട്, അതായത് നമ്മൾ അവരുടെ റൂമിൻ്റെ ഫേസ് അനുസരിച്ചിട്ട് ആ സ്ഥലത്തിൻ്റെ അളവിനനുസരിച്ച് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ അങ്ങനെയുള്ള വീടുകളിൽ പഴയ സെറ്റുകൾ അവരെടുത്ത് കുറച്ച് കാലം ഉപയോഗിച്ച സാധനങ്ങൾ കംപ്ലൈൻറ്റ് വരികയും ഡാമേജ് ആവുകയും ചെയ്യുമ്പോൾ അതെടുത്ത് റീവർക്ക് ചെയ്ത് പുതുപ്പിച്ച് മോഡിയാക്കിയിട്ട് ആധുനിക രീതിയിലുള്ള മോഡലുകൾ അവരാവശ്യപ്പെടുന്ന രീതിയിലുള്ള ക്ലോത്തുകൾ ഇട്ട് കവർ ചെയ്ത് അത് നല്ല പുതുമയാക്കി അവർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. ആ വർക്കും നമ്മൾ ചെയ്യുന്നുണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കൗതുകകരമായിട്ടുള്ള സംസാരമാണ് ഈ ചോദ്യം എന്നും. എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ 73 3-ാം ക്ലാസ് 70 ചേർന്നു, 73 3-ാം ക്ലാസ് പഠിക്കുകയാണ്. അന്ന് പാലക്കാട് ടൗണിൽ നമ്മൾ സൈക്കിൾ സീറ്റിൻ്റെ പരിപാടിയുണ്ട്, ഞങ്ങളുടെ വീടിൻ്റെ അയൽവാസി. അപ്പോൾ ഈ സൈക്കിൾ സീറ്റ് തുന്നാൻ വേണ്ടിയിട്ട് അന്ന് ഫോമുകൾ വലിയ വലിയ ഷോപ്പുകളിൽ നിന്നൊക്കെ കട്ടിങ് ഫോമുകൾ കൊണ്ടുവന്നിടും. അപ്പോൾ ഇത് പേപ്പറിൽ നമ്മൾ മൈദാമാവ് പശ കൊണ്ട് പേപ്പറിൽ തേച്ചിട്ട് ഈ കട്ടിങ് വേസ്റ്റുകൾ എടുത്തിട്ട് ഒരു വലിയ ഷീറ്റ് പോലെ ഉണ്ടാക്കി കൊടുക്കണം. എന്നിട്ട് അവരത് അതിൻ്റെ അളവ് കോല് വെച്ചിട്ട് കട്ട് ചെയ്തിട്ടാണ് സൈക്കിൾ സീറ്റ് ഉണ്ടാക്കുക. അങ്ങനെയാണ് ഞാൻ 73 കാലഘട്ടങ്ങളിൽ സ്കൂളിൽ പോകുന്ന കാലത്ത് ഇവർക്ക് വേണ്ടി ഇങ്ങനെ വൈകുന്നേരം പോയി ചെയ്തു കൊടുക്കും. അന്ന് നമുക്ക് 2 റുപ്യ 2.5 റുപ്യാണ് നമുക്ക് അന്ന് അവർ തരിക. അത് പിന്നീട് സൈക്കിൾ സീറ്റ് തുന്നുന്ന ഒരു ലെവലിലേക്ക് എത്തി. പിന്നീട് നമ്മൾ വാഹന വർക്കിന്, അതായത് കാർ അന്ന് അംബാസഡറും ഫിയറ്റും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അന്നൊന്ന് വണ്ടികൾ വരുമ്പോൾ ഇന്നത്തെ പോലെ സീറ്റൊന്നും അന്ന് കമ്പനിയിൽ നിന്ന് ചെയ്തു വരില്ല. അന്നൊരു സ്പ്രിങ്ങിൻ്റെ ഒരു കൂടുണ്ടാവും, അതിൻ്റെ മേലെ വെറുതെ ഒരു കവർ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ അംബാസഡറും ഫിയറ്റുമാണ് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തിരുന്നത് അന്നത്തെ കാലത്ത്. ഒരു 80-85 കാലത്തൊക്കെ നല്ല വർക്ക് ഉണ്ടായിരുന്നു. അന്നൊക്കെ ഇന്ന് അംബാസഡർ വിലയ്ക്ക് വാങ്ങാൻ 50,000 രൂപ കൊടുത്ത കാർ കിട്ടും. പക്ഷെ അന്ന് സീറ്റ് വർക്കിന് തന്നെ 1.5 ലക്ഷം രൂപ 2 ലക്ഷം രൂപ വാങ്ങിയ ചരിത്രങ്ങളുണ്ട്. അതിനുള്ള കമ്പനികളും ഉണ്ടായിട്ടുണ്ട്. നമ്മളൊക്കെ ഏകദേശം 1.25 ലക്ഷം രൂപ വരെ കാറിൻ്റെ വർക്കിന് വേണ്ടിയിട്ട് പൈസ നമുക്ക് കൂലിയാക്കി ലഭിച്ചിട്ടുണ്ട്. കൂലി പറഞ്ഞാൽ മീൻസ് അതെല്ലാം ഇൻക്ലൂഡിങ് ആയിട്ട്. അപ്പോൾ അന്ന് അതിന്നാണ് നമ്മളിങ്ങനെ വരാൻ കാരണം. കാരണം ഈ സൈക്കിൾ സീറ്റാണ് നമ്മൾ ആദ്യം അതിലേക്ക് പോയത്. അതിന്ന് അങ്ങനെ റെക്സം വർക്കിന് തന്നെ വന്നു. പിന്നെ അതങ്ങനെ 2 വീലർ വർക്കിന് പോയി, പിന്നെ 4 വീലർ വർക്കായി, പിന്നീട് നമ്മൾ സെറ്റിയുടെ വർക്കായി. ഇപ്പം നമ്മളങ്ങനെ ഈ കർട്ടൻ്റെയും ഇൻറ്റീരിയലിൽ ഇൻഡോർ വർക്ക് മാത്രമായി നമ്മൾ ഒതുങ്ങിക്കൂടിയിരിക്കുകയാണ്. നമ്മൾ ഇൻറ്റീരിയൽ വർക്ക് നമ്മുടെ പിള്ളേരുണ്ട്, അപ്പോൾ അവരത് എടുക്കും. പിന്നെ ഫാബ്രിക്കേഷൻ്റെ വർക്കിന് നമുക്ക് ആൾക്കാരുണ്ട്, ഫാബ്രിക്കേഷൻ്റെ വർക്ക് എടുക്കും. അങ്ങനെ നമ്മൾ എല്ലാം പാടെ ഒരു സംരംഭമായിട്ട് എല്ലാവരും ഒരു കൂട്ടുകെട്ടായിട്ട് ഒരു കൂട്ടായ്മയിലൂടെയാണ് ഇന്നിപ്പോൾ നമ്മളെ തൊഴിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. കോമിറ്റേഷൻ പറഞ്ഞു കഴിഞ്ഞാലേ ഇത് സ്വയം അവരവർ തന്നെ ഈ ആന തലയിൽ മണ്ണ് വരിക പറഞ്ഞ പോലെ അവരവർ തന്നെ അവരവർക്ക് കോമ്പറ്റീഷൻ ആക്കിയതാണ്. ഇത് ഒരാൾ ചെയ്യുന്ന ജോലി മറ്റൊരാൾക്ക് അവതരിപ്പിച്ച് കൊടുക്കുക, ഔദാര്യമായി കൊടുക്കുക എന്നുള്ള പോലെയാണ്. ഇത് ഇന്ന് ആര് വേണമെങ്കിലും കട്ടൻ വർക്ക് ചെയ്യാന്നുള്ള, അതായത് നമ്മൾ കുറേ പേര് ഗൾഫിൽ നിന്ന് നമ്മൾ കയറ്റി വിടുകയും കൊറോണയുടെ ബാധ്യതയായിട്ട് കുറേ ആൾക്കാർ ഇങ്ങോട്ട് വരികയും കുറേ ആളുകൾ ഇന്ന് കർട്ടൻ ഷോപ്പ് പറഞ്ഞാൽ ഏതൊരാൾക്കും പെട്ടെന്ന് വന്ന് ചെയ്യാവുന്ന ഒരു സംവിധാനമായി മാറി. അപ്പം അങ്ങനെ കുറേ ഷോപ്പുകൾ വന്നപ്പോൾ എന്താ ഉണ്ടായി, വർക്ക് ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു പാര എന്നുള്ള ലെവല് അല്ലാതെ അതിനും അപ്പുറം എത്ര ഒരാളെ നമ്മൾ കുറച്ച് കൊടുക്കാൻ പറ്റും ആ രീതിയിലായി. കാരണം ഒരു പ്രോഫിറ്റും ഇല്ലാതെ ഒരു വരുമാനവും ഇല്ലാതെ അതിന് ലാഭം വളരെ കുറവ്, നഷ്ടത്തിൻ്റെ വക്കത്ത് വെച്ച്
ഇന്ന് ഈ കർട്ടൻ ചെയ്തു കൊടുക്കുന്ന രീതിയിലുള്ള ആളുകൾ വരെ ഇന്നിവിടെ ഉണ്ട്. അതേ കൊള്ളരുതായ്മ കൊണ്ട് തന്നെയാണ് ഇന്ന് പല സ്ഥാപനങ്ങളും, എൻ്റെ സുഹൃത്തുക്കൾ തന്നെ പല സ്ഥാപനങ്ങളും പൂട്ടിപ്പോയി. പലരും ഹോൾസെയിൽ ചെയ്തിരുന്നവർ റീറ്റെയിലിലേക്ക് വന്നു, റീറ്റെയിൽ ചെയ്തിരുന്നവർ ഹോൾസെയിലിലേക്ക് പോയി. അങ്ങനെ പല മാറ്റങ്ങളും ഇന്ന് സംഭവിച്ചു പോയി. കാരണം ഒരുപാട് ആൾക്കാർ ഷോപ്പ് അടച്ചുപോയി. കാരണം ഇത് ഫാബ്രിക്കേഷൻ കാര്യത്തിൻ്റെ ഇടയിൽ നുഴഞ്ഞു കയറുക എന്നുള്ളൊരു സംവിധാനം വന്നു. അപ്പോൾ അതിനെ കുറ്റം പറഞ്ഞ കാര്യമില്ല. ഫാബ്രിക്കേഷൻകാർക്കും ഇതിന് യാതൊരു ബന്ധമല്ല. ഇന്നും അവർക്കത് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള വർക്കോ അവർ ചെയ്യാൻ അറിയില്ല. പക്ഷേ ഈ ഹോൾസെയിൽ മേഖലയിലുള്ള ആളുകൾ ഈ ഫാബ്രിക്കേഷൻകാർക്ക് ഈ കാറ്റലോഗ് കൊടുക്കുകയും നിങ്ങൾ അളവെടുത്ത് തന്നാൽ മതി, നമ്മൾ ഉണ്ടാക്കി തരാൻ പറയും, എന്നിട്ട് ഇവരുണ്ടാക്കി കൊടുക്കും, അത് അവർ കൊണ്ടുപോയി ഫിറ്റ് ചെയ്യും. അപ്പോൾ ഈ സാധാരണ ഒരു കടയെ വാടക കൊടുത്ത് ഒരു ശമ്പളക്കാരനെ വെച്ച് കർട്ടൻ ഷോപ്പായി മാത്രം നടത്തുന്ന ഒരാൾക്ക് ഒരു സ്ക്വയർ ഫീറ്റിന് ഒരു നിശ്ചിത ഒരു തുക വെച്ചിട്ടുണ്ടെങ്കിൽ ഫാബ്രിക്കേഷൻകാരന് അത് വേണ്ട. അപ്പോൾ ഇയാൾ പറയുന്നതും അയാൾ പറയുന്നതും 10-20 രൂപയുടെ വ്യത്യാസം വരും. അങ്ങനെ വന്ന് ഈ മേഖല മുഴുവൻ തകർന്ന് തരിപ്പണായി പോയി. ഇപ്പം കർട്ടൻ ഷോപ്പുകാർക്ക് കർട്ടൻ വർക്ക് ഇല്ല. ഉള്ളവർ പഴയ ആളുകൾ, എന്നെപ്പോലെയുള്ള പഴയ ആളുകൾ, ഇതല്ലാതെ വേറൊരു മാർഗ്ഗമല്ല, വേറൊന്നും ചെയ്യാൻ പറ്റാത്തവർ ഇന്നും ഇതിലിങ്ങനെ നിലകൊണ്ട് പോവുകയാണ്. കാരണം നമുക്കിപ്പോൾ ഒരു 10-30 വർഷത്തെ, ഒരു 10-25 വർഷം, 10-30 വർഷത്തെ എക്സ്പീരിയൻസ് ചെർപ്പളശ്ശേരി മാത്രമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഒരു 78-80 കാലഘട്ടങ്ങളിൽ തന്നെ ഞാൻ ഈ ഫീൽഡിൽ വന്നു കഴിഞ്ഞു. ചെറുതാണെന്ന്, ആകെ ഞാൻ പഠിക്കാൻ പോയത് വളരെ കുറച്ചേ ഉള്ളൂ. ഒരു 78 കാലഘട്ടങ്ങളിൽ ഞാൻ 70 സ്കൂളിൽ കയറി, 77 ക്ലാസ് നിർത്തി, പഠിത്തം നിർത്തി. അന്ന് മുതൽ നമ്മൾ ഈ അപ്പോൾസറി പാലക്കാട് നിന്ന് ഇങ്ങനെ തുടങ്ങി കോയമ്പത്തൂർ, തമിഴ്നാട് കംപ്ലീറ്റ് കറങ്ങി ഇപ്പോൾ വീണ്ടും കേരളത്തിൽ വന്ന് സെറ്റിലായി ഇവിടെ നമ്മൾ നിലനിന്ന് നിൽക്കുക. നമ്മളിങ്ങനെ ആ ഒരു ഇതിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കണം, ആ ഒരു ബേസിക്കലായിട്ട് അങ്ങനെ പോവുകയാണ്. പുതുതായി വരുന്ന ആൾക്കാർ പറയുമ്പോൾ ഇന്ന് കൂടുതൽ ആളുകൾ എങ്ങനെയാ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് എന്തെങ്കിലും കുറച്ച് പൈസ ഉണ്ടാവുക, അതും കൊണ്ട് ഒരു ഷോറൂം തുടങ്ങുക, ഒരു 4 കർട്ടനുകൾ അങ്ങോട്ട് സാമ്പിളുകൾ എടുത്ത് വെക്കുക, ഫിറ്റ് ചെയ്യുക, എന്നിട്ട് ഓർഡർ എടുക്കുക, അതുപോലെ റീറ്റെയിൽ വർക്കർമാർക്ക് ആ റീറ്റെയിൽ കൊടുക്കുക, അവർ ചെയ്യുക. പക്ഷെ ഇത് ചെയ്യുന്നവരെല്ലാവരും ഒരു സാധാരണക്കാരന് ദ്രോഹം വരാത്ത രീതിയിൽ റേറ്റ് കുറയ്ക്കാണ്ട്, ഒരു റേറ്റ് ഒരാളും കുറയ്ക്കാത്ത രീതിയിൽ ചെയ്താൽ മാത്രമേ ഞങ്ങളെക്കാളും അടിത്തട്ടിലുള്ളവർക്ക് നിലനിന്ന് പോകാൻ പറ്റുള്ളൂ. ഓരോ കുടുംബ ജീവിതത്തിൻ്റെ കുടുംബ മാർഗത്തിന് വേണ്ടിയിട്ടാണ് ഓരോരുത്തരും ഓരോന്ന് ചെയ്യുന്നത്. അതിൽ നമ്മൾ പെട്ടെന്ന് വരിക, നമ്മൾ അത് വാടക കൊടുക്കാനില്ല, അല്ലെങ്കിൽ നമ്മൾ ഇത്രയും പൈസ മുടക്കിയിട്ടുണ്ട്, ഇത് എന്നുമ്പോൾ ഈ മുടക്കിയ പൈസ നമുക്ക് തിരിച്ചു പിടിക്കണം എന്നുള്ള ഒരു മെൻ്റൽ ഡിപ്രഷൻ കാരണമാണ് അത് പെട്ടെന്ന് എല്ലാവരും ഈ വില കുറച്ച് വേഗം താഴത്തേക്ക് വരുന്നത്. അത് അവരങ്ങനെ വന്നു കഴിയുമ്പോൾ എന്തായി, മാർക്കറ്റിൽ ഇടിവ് വരികയാണ്. മാർക്കറ്റിൽ ഇടിവ് വരുമ്പോൾ എന്താ ഉണ്ടാവുന്നത്, ഒരു സാധാരണക്കാരൻ അടിത്തട്ടിലിരിക്കുന്നത് വരെ ബാധിക്കുകയാണത്. എല്ലാവരും കുടുംബജീവിതം ബാധിക്കുകയാണത്. അതൊരിക്കലും ആരും ചെയ്യരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിൻ്റേതായിട്ടുള്ള ന്യായമായിട്ടുള്ള റേറ്റ് വാങ്ങിക്കുക, ന്യായമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുക, അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഈ ഒരു ഫീൽഡുമായി ബന്ധപ്പെട്ടാണ്. എൻ്റെ അമ്മാമ്മമാർ ശരി, എൻ്റെ ചെറിയച്ഛന് വലിയച്ഛന്മാർ, എൻ്റെ അനുജന്മാർ, എനിക്ക് എൻ്റെ താഴെ 3 സഹോദരന്മാരുണ്ട്. 3 സഹോദരന്മാരും ഈ ഫീൽഡാണ്. എൻ്റെ അച്ഛനും ചെറിയച്ഛനും ഈ ഫീൽഡാണ്. അച്ഛൻ റീറ്റെയിലിംഗ് കമ്പനിയാണ്, ചെറിയച്ഛൻ ഈ ഫീൽഡാണ്. ചെറിയച്ഛൻ ഇത് തന്നെയാണ്, സോഫ സെറ്റും കർട്ടൻ്റെയും വർക്കാണ്. അവർ പാലക്കാട് ടൗണിൽ തന്നെയാണ്. അനുജന്മാർ കോയമ്പത്തൂരാണ്. കോയമ്പത്തൂർ മോട്ടുപാളയത്ത് അവർ ഇൻറ്റീരിയൽ വർക്കുമായി ബന്ധപ്പെട്ട് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അനുജനൊക്കെ അവരൊക്കെ തമിഴ്നാട്ടിൽ തന്നെ ഇപ്പോഴും, അവരൊന്നും ഇങ്ങോട്ട് വന്നിട്ടില്ല. എല്ലാവരും മലയാളികൾ തന്നെയാണ്. ബിസിനസ് ചെയ്യാൻ ഏറ്റവും ആനുകൂല്യമായി നല്ലൊരു എല്ലാം കൊണ്ടും നമുക്ക് നല്ല സഹകരണമാണ് തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ. അവിടെ ഏറ്റവും കൂടുതൽ ഗവൺമെൻറ്റിൻ്റെ സഹകരണങ്ങളാണ് അവിടെ ഏറ്റവും കൂടുതൽ. കാരണം അവിടെ പോയി നമ്മളൊരു സ്ഥാപനം തുടങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്കൊന്നുമില്ല. മുനിസിപ്പാലിറ്റി മുതൽ നമുക്ക് എന്ത് പേപ്പർസ് വർക്ക് ഉണ്ടെങ്കിലും അവിടെ റെഡിയാണ്, അവർ നമുക്ക് സപ്പോർട്ട് ചെയ്യും. ബാങ്ക് ലോണ് അതിന് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് അതിൻ്റെ പേപ്പർ വർക്കുകൾ നമ്മൾ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാങ്ക് ലോണും നമുക്ക് പാസ്സാകും. എല്ലാം കൊണ്ടും ബിസിനസ് ചെയ്യാൻ ഏറ്റവും നല്ല ഉത്തമമായിട്ട് നമുക്ക് സഹകരിച്ചു പോകുന്ന സ്ഥലമാണ് തമിഴ്നാട്. അതുകൊണ്ട് ഇന്നും അവർ തമിഴ്നാട്ടിൽ തന്നെയാണ്. ഞാൻ അവിടെ നിന്ന് ചേക്കേറി സ്വന്തം നാട്ടിൽ തന്നെ നിൽക്കണം. പെൺമക്കളാണ്, കല്യാണം കഴിച്ചു കൊടുക്കണം, അവരൊക്കെ ആയി, ഫാമിലി വലുതായി. അപ്പോൾ നമ്മൾ നാട്ടിൽ തന്നെ വന്ന് സെറ്റിലായതാണ്. അതിനെ ഞാൻ നാട്ടിലേക്ക് വരുന്നത്. പക്ഷേ എൻ്റെ സ്ഥാപനങ്ങൾ തന്നെയാണ് ഇന്നും എൻ്റെ അനുജന്മാർ കൊണ്ടു നടക്കുന്നത്. ഇനി എന്ത് ഭാവി, 10-61 വയസ്സായി, ഇനി എന്താ ഭാവി? ഇത്ര കാലം അടിച്ചു പൊളിച്ച് ജീവിച്ചു. ഇതേ കർട്ടൻ വർക്ക് കൊണ്ട് തന്നെയാണ് നമ്മൾ നല്ല രീതിയിൽ
നല്ല സുഖസുന്ദരമായിട്ട് ഈ കൊറോണ വരുന്നതിന് മുന്നു മുതൽ ഈ അടുത്ത കാലത്ത് ഈ ആളുകളെല്ലാം കർട്ടൻ മണ്ണ് ചേക്കേറി ഈ ബിസിനസ്സിലേക്ക് വരുന്നതിന് മുന്നു വരെ നമ്മൾ നല്ല ലാവിഷായിട്ട് കർട്ടൻ ഫീൽഡിലുള്ള എല്ലാവരും നല്ല ലാവിഷായി ജീവിച്ച ആൾക്കാരാണ്. ആരും കർട്ടൻ തൊഴിലിന് കുറ്റം പറയില്ല. ഞാനും അതിൽ പെട്ട ഒരാളാണ്. നല്ല ലാവിഷായി ജീവിച്ചു. ഞാൻ ഈ കർട്ടനിൽ തന്നെയാണ് ഞാൻ വന്നതും ജോലി ചെയ്തതും അതിൽ തന്നെയാണ് സമ്പാദിച്ചതും എൻ്റെ മക്കളെല്ലാം കല്യാണം കഴിച്ചു കൊടുത്തതും ഞാൻ സ്വന്തമായിട്ട് വീടും വാഹനം ഈ കാണുന്ന സൗകര്യങ്ങളെല്ലാം ഈ തൊഴിൽ മേഖലയിൽ വന്നതിന് ശേഷം ഇതിൽ തന്നെ ജോലി നല്ലപോലെ അധ്വാനിച്ചിട്ടുണ്ട്. ഞാൻ രാവും പകലും നല്ലോണം അധ്വാനിച്ചിട്ട് തന്നെയാണ് ഈ മേഖലയിൽ വന്നത്. ഇന്ന് നമ്മൾ അതിനുള്ള സന്തോഷമുണ്ട്. ഇനി പ്രത്യേക ഭാവിയൊന്നും ഇല്ല. ഇനി ഒരു കുട്ടിയും കൂടെ ഉണ്ട് കല്യാണം കഴിച്ചു കൊടുക്കാം. അവരെയും കൂടെ കല്യാണം കഴിച്ചു കൊടുക്കാം. നമ്മളൊരു ഭാഗത്ത് സെറ്റിൽ ആകുമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ചെർപ്പളശ്ശേരിയിൽ പട്ടാമ്പി റോഡാണ് ഗവൺമെൻറ് ഹോസ്പിറ്റൽ പട്ടാമ്പി റോഡ് ചെർപ്പളശ്ശേരി. ഇതാണ് നമ്മുടെ സ്ഥാപനം വരുന്നത്, ബാബു കർട്ടൻസ്.